ഷാവ്പ്രസാദ്, ഈ കേണൽ വിൽക്കിൻസൺ ഇന്നലെ രാത്രിയാണ് ഇസ്രായേൽ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്ര ഗവേഷണ സ്ഥാപനം വെയ്സ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്ട് പൂർണ്ണമായി തകർക്കപ്പെട്ടു. റീബിൽഡ് ചെയ്യണമെങ്കിൽ മില്യൺ കണക്കിന് ഡോളർ വേണമെന്ന് പോട്ടെ. ഇസ്രായേൽ ലൈഫ് സയൻസ് മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗവേഷണങ്ങൾ ആവിയായി. നേരത്തെ നമ്മൾ കാണിക്കാൻ ശ്രമിച്ച വിൽക്കിൻസൺ പറയുന്നത് ഇറാന്റെ ആയുധ കപ്പാസിറ്റി മനസ്സിലാക്കുന്നതിൽ മൊസാദിനും സി എക്കും പിഴവ് പറ്റിയെന്നാണ്. ഇറാനുമായി മുട്ടാനിറങ്ങുമ്പോൾ അങ്ങനെ ഒരു ഗുരുതരമായ പിഴവ് ഇസ്രായേലിന് സംഭവിച്ചോ ശ്രീ ഷാബു പ്രസാദ്? എനിക്കങ്ങനെ തോന്നുന്നില്ല. ഒന്നാമത്തെ കാര്യം ഒന്ന് നോക്കൂ, ഈ ഇറാൻ്റെ അകത്ത് എത്ര ശക്തമായ ഒരു നെറ്റ്വർക്കാണ് ഇസ്രായേൽ ഉണ്ടാക്കിയത്. അതൊരു സുപ്രഭാതത്തിൽ പെട്ടെന്നൊന്നും ഉണ്ടാക്കിയതൊന്നും അല്ല. അത് ശരിക്കും വർഷങ്ങൾ നീണ്ടു നിന്ന പ്രയത്നത്തിനൊടുവിലാണ് ആ ഇറാൻ്റെ ഉള്ളിൽ വളരെ വലിയൊരു നെറ്റ്വർക്ക് അവരുണ്ടാക്കിയത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻ്റലിജൻസ് സംവിധാനവും ഇൻ്റലിജൻസ് ഇൻഫർമേഷൻസിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവരിതിനിറങ്ങിത്തിരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇറാൻ എന്ന് പറയുന്നത് വളരെ വലിയൊരു ഇസ്രായേലിനെ അപേക്ഷിച്ച് എയർഫോഴ്സിൻ്റെ അകത്ത് മാത്രമാണ് ഇസ്രായേലിന് ഇത്തിരി മേൽക്കൈയുള്ളത്. ബാക്കി എല്ലാ കാര്യത്തിലും, ഇപ്പോൾ ആർമിയുടെ കാര്യത്തിലായാലും നേവൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ വളരെ ശക്തമായ നേവൽ ഫോഴ്സാണ്. 25 സബ്മറൈൻ ഉണ്ട് അവർക്ക്. ഇന്ത്യക്കുള്ളത് 18 കേട്ടോ. അങ്ങനെ വളരെ ശക്തമായ ഒരു മിലിറ്ററി പവർ തന്നെയാണ് ഇസ്രായേലിനെ അപേക്ഷിച്ച് ഇറാൻ എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടി തന്നെയാണ് അവർ ഈ പണിക്കിറങ്ങിയിരിക്കുന്നത്. പിന്നെ ഒരു കോൺഫ്ലിക്റ്റ് നടക്കുമ്പോൾ, ഒരു യുദ്ധം നടക്കുമ്പോൾ തീർച്ചയായും തിരിച്ചടിയും പ്രതീക്ഷിക്കും. തിരിച്ചടിക്ക് അതിനുള്ള തയ്യാറെടുപ്പുകൾ അവർ നടത്താതിരിക്കില്ല. ഈ അയൺ ഡോം എന്ന് പറയുന്നതോ ഇനി ഈ ലോകത്തിലെ ഏത് എയർ ഡിഫൻസ് സിസ്റ്റം ആയിക്കോട്ടെ, അത് ഹാഷ്മി പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും പറയുന്നത് 100% ഫുൾ പ്രൂഫ് അല്ല. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഷാബു പ്രസാദ്. താങ്കൾ ഈ അവിടെ ഒന്നും ഇസ്രായേൽ ഒന്നും സംഭവിച്ചില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കല്ലേ? വരുന്ന ദൃശ്യങ്ങൾ അത്രയും, ഇസ്രായേലിൽ നിന്ന് വരുന്ന പ്രതികരണം അത്രയും, ടൈംസ് ഓഫ് ഇസ്രായേൽ, ഹാരറ്റ്സ് പോലുള്ള പത്രങ്ങൾ അത്രയും പറയുന്നത്. ഞാനതാ പറഞ്ഞത്, ഈ വെയ്സ്മാൻ ഗവേഷണ സ്ഥാപനം എന്ന് പറയുന്നത് ഇസ്രായേലിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ജുവൽ ഓഫ് സയൻസ് എന്നറിയപ്പെടുന്ന ഗവേഷണ സ്ഥാപനമാണ്. അത് മാത്രമാണോ മൊസാദിന്റെ ആസ്ഥാനങ്ങളിലൊന്ന്? ഈ പറയുന്ന IDF-ന്റെ ഹെഡ്ക്വാർട്ടേഴ്സിനടുത്ത്, ടെല്ലവീവിൽ പലയിടത്തും, ഹൈഫയിൽ പലയിടത്തും ഇപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് അയൺ ഡോം എന്നൊക്കെ പറയുന്ന സാധനത്തെ ഇറാൻ കോമഡിയായി കളഞ്ഞു ശ്രീ ഷാബു പ്രസാദ്? ഹാഷ്മി, ഏതാണ്ട് 3000-ൽ പരം മിസൈലുകളാണ് ഇറാൻ അവിടേക്ക് അയച്ചത്. അതിൻ്റെ ഒരു 10% വീഴും. അതായത് അയൺ ഡോമിൻ്റെ ഏത് ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ പെൻറ്റഗണിലേക്ക് വിമാനം ഇടിച്ചിറക്കിയ ലോകമാണിത്. ആലോചിച്ച് നോക്കണം. ലോകത്തിലെ ഏറ്റവും വലിയ ഹൈ സെക്യൂരിറ്റി സോണാണ് പെൻറ്റഗൺ. അവിടേക്ക് വിമാനം ഇടിച്ചിറക്കി. അതായത് ഒരു 10% പോസിബിലിറ്റി അവിടെ ഉണ്ട്. ഇപ്പം അയൺ ഡോമിനൊരു കപ്പാസിറ്റി ഉണ്ട്. അതിനു മുകളിൽ മഴ പെയ്യുന്നത് പോലെ മിസൈലുകൾ വന്നാൽ കുറേ അവിടെ വീഴുക തന്നെ ചെയ്യും. ആ മിസൈലുകൾക്ക് ഓരോ മിസൈലിനും കൃത്യമായ ലക്ഷ്യമുണ്ട്. വെറുതെ കല്ലെടുത്തെറിയുന്ന മാതിരിയല്ല. അതിൻ്റെ അകത്ത് കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന അതിൻ്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും അനുസരിച്ച് അവിടെ ചെന്ന് വീഴുക തന്നെ ചെയ്യും. അത് ഉറപ്പുള്ളത് കൊണ്ടാണ് അവർ രാജ്യം മുഴുവനും ഷെൽട്ടറുകൾ പണിഞ്ഞിരിക്കുന്നത്. മിസൈലുകൾ വരുമ്പോൾ ആൾക്കാരോട് ഷെൽട്ടറിലേക്ക് പോകാൻ പറയുന്നത് ഇതറിയാവുന്നത് കൊണ്ട് തന്നെയാണ്. വിൽക്കിൻസന്റെ ആ ശബ്ദം ഒന്ന് കേൾക്കാവോ? ഇപ്പം നമ്മൾ ആധികാരികം പറയാൻ അറിയാവുന്ന വിൽക്കിൻസൺ ആയിരിക്കുമല്ലോ. ഒന്ന് പ്ലേ ആവോ? ശരിക്കും പ്ലേ ആവോ? Yes, and it's a failure of Mossad, MI6, and CIA to ascertain precisely what Iran's capacities are. They looked only at targeting. They looked only at precision munitions and targets inside Iran, nuclear targets, missile targets, and so forth. They didn't look at Iran's potential to respond. And now they're paying the price for that, because their potential has far exceeded what anyone in the United States predicted it would be, yes, other than people like me and ഷാബു others. എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്തായാലും നമ്മളെക്കാളൊക്കെ അറിവുള്ള ആളാണ്, അമേരിക്കൻ താല്പര്യം അനുസരിച്ച് സംസാരിക്കുന്ന ആളാണ്, എന്നാൽ കുറച്ച് റിയലിസ്റ്റിക് സംസാരിക്കുന്ന ആളുമാണ്. പലരും അമേരിക്കയിൽ റിയലിസ്റ്റിക് സംസാരിക്കുന്നുണ്ട്. ഇസ്രായേൽ അവരുടെ നഷ്ടങ്ങൾ നഷ്ടം മറച്ചു വെക്കേണ്ടതില്ല എന്ന വാദങ്ങളൊക്കെ അവരുടെ പത്രങ്ങൾ തന്നെ ഉയരുന്നുണ്ട്. ഷാബു പ്രസാദ്, കേണൽ വിൽക്കിൻസൺ എന്ന് പറയുന്ന അവരുടെ കോളിൻ പവലിന്റെ ഉപദേഷ്ടാവായിരുന്ന ആൾ പറയുന്നത് ഇറാന്റെ ആയുധ ആഴ്സണൽ ആവനാഴി തിരിച്ചറിയുന്നതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു എന്നാണ് പറയുന്നത്. ഷിഷാബു പറയട്ടെ, നമ്മുടെ കൺമുമ്പിൽ കാണുന്ന റിയാലിറ്റീസിനെയല്ലേ ഹാഷ്മി വിലയിരുത്തേണ്ടത്. ഈ ഇറാൻ അവിടേക്ക് അയച്ച മിസൈലുകളിൽ പകുതിയെങ്കിലും അവിടെ വീണിരുന്നു എങ്കിൽ ഈ ഇസ്രായേൽ ഇന്നില്ല. കാര്യം അത്രമാത്രം ചെറിയൊരു ഭൂമിയാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. 3000 മിസൈല് ഈ കേരളത്തിൻ്റെ പകുതി വലിപ്പമുള്ളൊരു സ്ഥലത്തേക്ക് അയച്ചിട്ട് ഇപ്പോൾ പറഞ്ഞ് ഇന്ന കെട്ടിടം തകർന്നു, ഇന്ന ആശുപത്രി തകർന്നു, IDF-ന്റെ ഒരു കെട്ടിടം തകർന്നു, 10-15 പേര് മരിച്ചു. ഇതാണ് വരുന്ന റിപ്പോർട്ട്.
നമ്മുടെ മുമ്പിൽ കാണുന്ന റിയാലിറ്റി ഇതാണ്. എന്നാൽ നിങ്ങൾ തിരിച്ചു നോക്കൂ, ഇവിടെ കണക്കെടുപ്പല്ല എങ്കിലും നമ്മൾ മുമ്പിൽ കാണുന്ന റിയാലിറ്റി ഇവരുടെ ഇറാൻ്റെ ടോപ്പ് ബ്രെയിൻസിനെ ഒന്നൊന്നായിട്ട് അവർ തീർക്കുകയാണ്. ടോപ്പ് ബ്രെയിൻസ്, ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥർ, ഉയർന്ന ശാസ്ത്രജ്ഞന്മാർ, അവരുടെ ബേസിക് അറ്റോമിക് ഇൻഫ്രാസ്ട്രക്ചറുകൾ. അമേരിക്ക തന്നെ പറയുന്നു ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യം വെച്ചത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളാണെങ്കിൽ കേവലം ആഴ്ചകൾ കൊണ്ട് തന്നെ അത് തിരിച്ചുപിടിക്കാൻ കഴിയാവുന്ന പരിക്കുകളെ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്ന് അമേരിക്കയുടെ മുൻ പ്രതിരോധ വക്താക്കൾ പറഞ്ഞ വേണം കേൾപ്പിക്കാം. ഷാവ് പ്രസാദ്, ഒന്നാമത്തെ കാര്യം ഈ യുദ്ധത്തിനിറങ്ങുമ്പോൾ എന്താണ് ലക്ഷ്യം എന്ന് ഇസ്രായേലിന് അറിയില്ല. അങ്ങോട്ടേക്ക് പോയി ആണവ കേന്ദ്രങ്ങൾ തകർക്കാനാണെങ്കിൽ ഫൊർദോവയിൽ എന്താണ് ആഴത്തിലിരിക്കുന്ന ഈ സാധനം തകർക്കണമെന്നുണ്ടെങ്കിൽ ഇസ്രായേലിൽ ബോംബില്ല, അതിന് ബങ്കർ ബസ്റ്റർ വേണം. അമേരിക്ക കൊണ്ട് ഇടുവോ ബങ്കർ ബസ്റ്റർ? പുതിയ കാലത്ത് റഷ്യയും ചൈനയും നിൽക്കുമ്പോൾ ഈ പറയുന്ന പോലെ ഖമനയെ പോയി പെട്ടെന്ന് കൊല്ലാൻ പറ്റുമെന്നാണോ വിചാരിക്കുന്നത് ഷാവ് പ്രസാദ്? ഇറാൻ സൈനിക രാഷ്ട്രമാണ് ഷാവ് പ്രസാദ്, അല്ലാതെ ഈ പറഞ്ഞ പലസ്തീനെ പോലെ ഒരു സാധു രാഷ്ട്രമല്ല. ഹാഷ്മി ഞാൻ സംസാരിക്കട്ടെ. ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ 1948 മുതൽ ഇത്രയും കാലം ഇവിടെ ഒരുപാട് വളരെ പവർഫുള്ളായിട്ടുള്ള രാജ്യങ്ങളോട് പോരടിച്ചു നിന്ന രാജ്യമാണ് ഈ കൊച്ചു ഇസ്രായേൽ എന്ന് പറയുന്നത്. അവരങ്ങനെ വെറുതെ ചെന്ന ഒരു ഉണ്ടോണ്ടിരുന്ന നായർക്കുള്ളിൽ തോന്നിയ മാതിരി ഒന്നും ചെന്ന് ചാടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. ഈ അറ്റോമിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് അറ്റോമിക് റിയാക്ടർ മാത്രമല്ല, അവരുടെ ഏതാണ്ട് 12,000-ലധികം സെൻട്രിഫ്യൂജുകൾ തീർന്നു. അവരുടെ അറ്റോമിക് പദ്ധതി, ന്യൂക്ലിയർ പദ്ധതിയെ ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 10-15 വർഷം പോകുന്ന അവസ്ഥ. ഷാവ് പ്രസാദ് ഇല്ലെന്നാ പറയുന്നത്. അമേരിക്കയുടെ മുൻ പ്രതിരോധ ഈ പറഞ്ഞ ഇറാനല്ല പറയുന്നേ, അവരുടെ ആണവശേഷി മൊത്തം ഇല്ലാതായെന്ന് ഷാവ് പ്രസാദിന്റെ കൂട്ടാളികളും മാത്രമേ പറയുന്നുള്ളൂ, മറ്റാരും പറയുന്നില്ല. പരിക്കുണ്ടാക്കിയിട്ടുണ്ട്. ആ പരിക്കുകൾ കേവലം ആഴ്ചകൾ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന പരിക്കാണെന്ന് പറയുന്ന അമേരിക്കയുടെ മുൻ പ്രതിരോധ വക്താക്കളാണ്. അതിനൊക്കെ അറിയോ ഷാവൂന്? എനിക്കൊക്കെ ഹാഷ്മി ഒന്ന് ഞാനിന്ന് സംസാരിക്കുമ്പോൾ ഹാഷ്മി ഇടപെടരുത്. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഇവിടെ ബാക്കിയുള്ളവർ സംസാരിച്ചല്ലോ. ഇതിപ്പോൾ ഞാനോ ഹാഷ്മിയിൽ ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാനാണ് ഈ മറുപടി പറയുന്നത്. എനിക്ക് കിട്ടിയ ഇൻഫർമേഷനും ഞാൻ പഠിച്ചതും ഞാൻ വെച്ചാണ് ഞാൻ വിലയിരുത്തുന്നത്. ഹാഷ്മി വളരെ സെലക്റ്റീവായിട്ട് ഹാഷ്മിക്ക് ഇഷ്ടമുള്ളത് മാത്രം ഹാഷ്മി അവിടുന്ന് ഇവിടുന്ന് എടുത്ത് പറയുന്നു. പക്ഷെ നമ്മുടെ മുമ്പിൽ കാണുന്ന ഞാൻ പറയുന്നത് ടൈംസ് ഓഫ് ഇസ്രായേലും ഞാൻ പറയുന്ന ഹാരറ്റ്സും ഞാൻ പറയുന്ന അമേരിക്കയുടെ മുൻ പ്രതിരോധ വക്താക്കൾ സംസാരിക്കുന്നത് കേട്ടാണ് ഞാൻ പറയുന്നത്. ഷാബു പറയുന്നത് എവിടെ നിന്നാണെന്ന് പറയാം. ഹാഷ്മിയുടെ ഗസ്റ്റിനെ ഹാഷ്മി ഇൻസൾട്ട് ചെയ്യുക അങ്ങനെ പറയല്ലേ പ്ലീസ്. അല്ല, എനിക്കത് തന്നെ പറയേണ്ടി വരും. ഞാനിവിടെ വലിഞ്ഞു കയറി വന്നല്ല, ഹാഷ്മി വിളിച്ചിട്ട് വന്നതാണ്. അത്രയെങ്കിലും മിനിമം അത്രേ ഉള്ളൂ. അപ്പം ഞാനതാണ് പറഞ്ഞത്. ഞാൻ പറയുന്നത് ഇതാണ്. ശരി, ഇത് അമേരിക്കയും ഈ ഇസ്രായേലും എന്ന് പറയുന്നത് ജനാധിപത്യ രാജ്യങ്ങളാണ്. ആ ജനാധിപത്യ രാജ്യങ്ങളിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ഓരോരുത്തർക്കും പറയാനുള്ള അവകാശമുണ്ട്. അവർ പറയുന്ന ഇസ്രായേലിൽ പ്രതിഷേധം നടക്കുന്നുണ്ടല്ലോ പല കാര്യങ്ങളിലും, അതവിടെ നടക്കട്ടെ. അങ്ങനെ ഓരോരുത്തർ അവരവരുടേതായ നിരീക്ഷണങ്ങളും അവരവരുടെ നിലപാടുകളും പറയുന്നതിൻ്റെ അതൊന്നല്ല. നമ്മളിവിടെ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മളീ പറയുന്നത്. അത് വെച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ ഇറാൻ അയച്ച മിസൈലുകൾ മുഴുവനും അവിടെ വീണ അയൺ ഡോം പരാജയമായിരുന്നുവെങ്കിൽ ഇസ്രയേൽ ഇന്ന് ഈ ഭൂമിക്ക് മുകളിൽ ഉണ്ടാവില്ല. അതേപോലെ തന്നെ തിരിച്ച് നമ്മുടെ മുമ്പിൽ കണ്ടതാണല്ലോ അവരുടെ സൈനിക നേതൃത്വങ്ങളെ മുഴുവനും ഏകദേശം ഇല്ലാതാക്കിയത്. ഇന്ന് കഴിഞ്ഞ ദിവസം അപ്പോയിന്റ് ചെയ്ത മിലിറ്ററി ചീഫിനെ പോലും അവർ തീർത്തത്. മിസൈൽ മഴ പോലെ വരുന്നു ഇസ്രായേലിലോട്ട്. അവർ മിസൈൽ ചീഫിനെ തീർത്തു, സൈനികരെ മൊത്തം തീർത്തെങ്കിൽ മഴ പോലെ മിസൈൽ എങ്ങനെയാ വരുന്നേ? എങ്ങനെയാ ഈ പറഞ്ഞ ഡാൻസിംഗ് എന്നൊക്കെ പറയുന്ന എന്തോ പുതിയ സാധനം ഹൈപ്പർസോണിക് അടിച്ചോണ്ടിരിക്കുക. ഹാഷ്മി ഞാൻ പറയുന്നു, കാണിക്കുക പ്ലീസ്. അല്ല, പിണങ്ങല്ല, എനിക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതായത് ഈ മഴ പോലെ പെയ്യുന്ന മിസൈലൊക്കെ ആണെങ്കിൽ ഇത് എവിടെ പോയെന്നേ? അങ്ങനെ ഇസ്രായേൽ ഇപ്പോൾ ഉണ്ടാവേണ്ടതല്ല. ഹാഷ്മി, ഇറാന്റെ 100-1 വലിപ്പമേ ഉള്ളൂ. 100-1 80-1. 80 ഇസ്രായേൽ ചേർത്ത് വെച്ചാലേ ഒരു ഇറാൻ ആവുകയുള്ളൂ. ആ ഇറാൻ മഴ പെയ്യുന്ന പോലെ ആയിരക്കണക്കിന് മിസൈലുകൾ പോയിട്ട് ഇപ്പോഴും ഈ ഇസ്രായേൽ അടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഈ മഴ പോലെ പെയ്യുന്ന മിസൈലുകൾ അവിടെ ഇവിടെയൊക്കെ ചിലത് വീഴുന്നുണ്ട്, ബാക്കി മുഴുവൻ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ അവിടെ നിന്ന് ലൈവായിട്ട് എന്താ വരുന്ന മിസൈല് അതിപ്പോൾ പൊട്ടിക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉള്ളവരോട് സംസാരിച്ചു നോക്ക്, അവിടുത്തെ ജനങ്ങൾക്ക് ദൃശ്യങ്ങൾ പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വിഷ്വൽസാ പുറത്തു വരുന്നേ. മൊസാദിന്റെ ഒരു മെയിൻ ഫെസിലിറ്റി
പറയുന്നുണ്ടെന്ന്. ഇല്ലെന്നേ മലയാളികൾ അവിടെ നേരിട്ട് ബങ്കറിലുള്ള ലൈവ് മലയാളികൾക്ക് എങ്ങനെ അറിയാൻ കഴിയുക? ഷാഹു പ്രസാദ്, ബങ്കറിലാതിരിക്കുന്ന മലയാളികൾക്ക് അറിയാൻ കഴിയുക? ഇവിടെ പാശ്ചാത്യ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളാണ്. ഷാഹു പ്രസാദെ, ഇസ്രായേൽ ആരാധനയിൽ ഇസ്രായേൽ ഒന്നും സംഭവിച്ചില്ലെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കല്ലേ? സംഭവിക്കുന്നുണ്ട് അവിടെയും. ഇറാനിൽ സംഭവിക്കുന്നത് പോലെ തന്നെ ഇസ്രായേൽ സംഭവിക്കുന്നുണ്ട്. ഹാഷ്മി, ഞാൻ നിർത്തിയിട്ട് ഇറങ്ങി പോകും കേട്ടോ. ഇനി 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 ഇടപെട്ട് കഴിഞ്ഞാൽ ഞാൻ ഈ പരിപാടി നിർത്തും. ആ ഒരു മിനിമം മര്യാദ കാണിക്കും. ഹാഷ്മി, അവിടെ ബംഗറിലേക്ക് പോകുന്നത് അവർക്ക് മുന്നറിയിപ്പ് കിട്ടുമ്പോഴല്ല. 24 മണിക്കൂറും ഈ ഇയാളെ പോലെ ഖൊമേനിയെ പോലെ ബംഗറിലിരിക്കുകയല്ല. അവർക്ക് അലാം കിട്ടുമ്പോൾ മാത്രം അവർ ബംഗറിലേക്ക് പോകും. മിസൈലുകൾ വരുന്നതും മിസൈലുകൾ ആകാശത്ത് വെച്ച് തകരുന്നതും ഒക്കെ ഇങ്ങനെ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് കാണുന്ന പോലെ ആൾക്കാർ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പാശ്ചാത്യ മാധ്യമങ്ങളൊന്നുമില്ല, മലയാളികൾ റിപ്പോർട്ട് ചെയ്യുന്ന സാധനം ഈ ദൃശ്യങ്ങളൊക്കെ അങ്ങ് കാണാത്തതാണ്. ഞാൻ അങ്ങ് അയച്ചു തരാം. അങ്ങ് BBC കണ്ടാലും മതി. പിന്നെ അങ്ങ് 48 കാര്യം എപ്പോഴും പറയുന്നുണ്ടല്ലോ ശ്രീ ഷാഹു പ്രസാദ്. അങ്ങ് 48 ഇസ്രായേൽ ഉണ്ടായ കാര്യം പറയുന്നുണ്ടല്ലോ. ഇസ്രായേൽ അധിനിവേശ രാഷ്ട്രമാണെന്ന് പറയുന്നവരെ മൊത്തം ഭീകരവാദികൾ അങ്ങ് പറയുന്നുണ്ടല്ലോ. അങ്ങ് ആ നിലപാട് ആവർത്തിക്കുന്നുണ്ടോ ശ്രീ ഷാഹു പ്രസാദ്? എന്താ ഈ പറയുന്ന ഇസ്രായേൽ അവിടുന്ന് പോണം എന്ന് പറയുന്ന അറബ് രാഷ്ട്രങ്ങളെ അങ്ങ് ഭീകരവാദികൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആ നിലപാട് അങ്ങേക്കുണ്ടോ ഇപ്പോ? ഇസ്രായേലിനും ജൂത സമൂഹത്തിനും ഈ ലോകത്ത് ഒരു രാഷ്ട്രമായി ജീവിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. അങ്ങനെ ഒരു രാജ്യം ഈ ലോകത്ത് വേണ്ട, അവരെ നശിപ്പിച്ചു കളയും എന്ന് പറയുന്ന രാജ്യങ്ങളെ ഭീകര രാജ്യമെന്നും തെമ്മാട് രാജ്യങ്ങളെന്നും വിളിക്കാൻ എനിക്ക് ഒരു മടിയുമില്ല. അങ്ങനെ ഒരു രാജ്യം അവിടെ ഒന്ന് പോണം എന്ന് പറയുന്ന ആരെയും അങ്ങ് തെമ്മാടി എന്ന് വിളിക്കുവോ? ഏത് ഒരു രാജ്യത്തിന് ഈ ലോകത്ത് ജീവിക്കാൻ അവകാശമില്ല, ഒരു ജനതയ്ക്ക് ഈ ലോകത്ത് ജീവിക്കാൻ അവകാശമില്ല എന്ന് പറയുന്നവനെ വിളിക്കേണ്ട മിനിമം പേരാണ് തെമ്മാടി എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ അറബ് ലോകത്തേക്ക് വന്നത് അധിനിവേശമായിട്ടാണ്. അധിനിവേശ ശക്തി അവിടെ ഒന്ന് പോകണം എന്ന് പറയുന്ന ആൾ തെമ്മാടിയാണോ ഷാബു? ഇസ്രായേൽ എങ്ങനെ അധിനിവേശം? ചോദ്യമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് 1948 എന്റെ ചോദ്യം നേർക്കുന്ന ചോദ്യമാണ്. അന്താരാഷ്ട്ര തലത്തിലുണ്ടായ പാലസ്തീൻ ഇസ്രായേൽ കരാർ പ്രകാരം എന്റെ ചോദ്യം നേർക്കുന്ന ചോദ്യമാണ് ഷാഹു പ്രസാദ്. ഇതിലുണ്ടായ രാജ്യമാണത്. എന്റെ ചോദ്യം നേർക്കുന്ന ചോദ്യമാണ്. അതായത് അറബ് രാജ്യത്ത് അധിനിവേശ ശക്തിയായി വന്ന ഇസ്രായേൽ അവിടെ നിന്ന് ഇറങ്ങി പോകണം എന്ന് പറയുന്ന ഒരാൾ തെമ്മാടിയാണോ? ഈ ലോകത്തെ നിയമപരമായി അംഗീകരിക്കപ്പെട്ട 100 കണക്കിന് രാജ്യങ്ങളിൽ ഒന്നാണ് ഇസ്രായേൽ. ആ രാജ്യം ഇവിടെ വേണ്ട എന്ന് പറയുന്നവൻ തെമ്മാടിയാണ്. ഒറ്റ മിനിറ്റ്, എന്നാൽ ഒരു പ്രതികരണം കേൾക്കാവോ? वाजपेयी आदरणीय मोरारजी भाई इस स्थिति को स्पष्ट कर चुके हैं। गलतफहमी को दूर करने के लिए मैं कहना चाहता हूं कि हम हर एक प्रश्न को गुण और अवगुण के आधार पर देखेंगे, लेकिन मध्य पूर्व के बारे में यह स्थिति साफ है कि अरबों की जिस जमीन पर इजराइल कब्जा करके बैठा है वो जमीन उसको खाली करना होगी। आक्रमणकारी आक्रमण के फलों का उपभोग करे, ये हमें अपने संबंध में स्वीकार नहीं है। तो जो नियम हम पर लागू है वो औरों पर भी लागू होगा। अरबों की जमीन खाली होना चाहिए। जो फिलिस्तीन है उनके फिलिस्तीनी हैं, उनके उचित अधिकारों की प्रस्थापना होना चाहिए. ഷാഹു പ്രസാദ്, അത് വീഡിയോ ഒന്നുമല്ല, പ്രസാർ ഭാരതിയുടെ ആർക്കൈവ്സിൽ കിടപ്പുണ്ട്. അങ്ങയുടെ നേതാവ് പറയുന്നത് എന്താണ്? അറബ് ലാൻഡിൽ അധിനിവേശം നടത്തി ഇസ്രായേൽ അവിടെ നിന്ന് വിട്ടുപോകണം. എന്താണ്? അറബ് ദേശത്ത് അധിനിവേശം നടത്തി ഇസ്രായേൽ അവിടെ നിന്ന് വിട്ടുപോകണം. ആക്രമൺ കെ ഫലോം കാ ഉപഭോഗ് കരേം യേ അപ്നെ സംബന്ധ് ഹേ ഹമേ സ്വീകാർ നഹി ഹേ എന്ന് പറഞ്ഞാൽ എന്താണ്? അധിനിവേശ ശക്തി അധിനിവേശത്തിന്റെ ഫലം അനുഭവിക്കും, നമുക്ക് സ്വീകാര്യമല്ല. അതുകൊണ്ട് വലിഞ്ഞു കയറിയത്തെ ഇസ്രായേൽ അവിടെ വിട്ടു പോവുകയും പലസ്തീന് പൂർണ്ണ രാഷ്ട്രീയാധികാരം നൽകലാണ് മേഖലയുടെ സ്ഥിരം സമാധാനത്തിന് ആവശ്യം എന്ന് പറയുന്നത് താങ്കൾ പറയുന്നത് പോലെ തെമ്മാടിയാണെങ്കിൽ തെമ്മാടിയാണ്. അല്ല, നിങ്ങൾ കാര്യങ്ങളെ വളച്ചൊടിക്കരുത് ഹാഷ്മി. താങ്കളാ പറഞ്ഞത്. താങ്കൾ ഇപ്പൊ പറഞ്ഞു നാക്ക് വായിക്കാതെ ഇട്ടതേ ഉള്ളൂ അങ്ങനെ പറയുന്നവർ തെമ്മാടിയാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ നേതാവ് തെമ്മാടിയാണോ? ഹാഷ്മി, ഞാൻ പല പ്രാവശ്യം പറഞ്ഞു എൻ്റെ അടുത്ത് ഇങ്ങനെ ഇടപെടരുതെന്ന്. ഒരു കാര്യം പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഹാഷ്മി ഈ പറയുന്ന പോലെ മഴ പെയ്യുന്ന മാതിരി വർത്തമാനം പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. പറയുന്നത് കേൾക്ക്. ഇന്ത്യയുടെ പാലസ്തീൻ നയമാണ് അദ്ദേഹം അവിടെ പറഞ്ഞത്. പാലസ്തീൻ ഒരു രാഷ്ട്രമായി നിലനിൽക്കാനുള്ള അവകാശമുണ്ട്. അവിടെ ഇസ്രായേലിൻ്റെ അധിനിവേശം, അവിടെ ഇസ്രായേൽ അധിനിവേശിക്കാൻ പാടില്ല.
അവർക്ക് രാഷ്ട്രമായി നിലനിൽക്കാൻ അവകാശമുണ്ട്. ഇസ്രായേൽ അതിൽ നിന്ന് പിൻവാങ്ങണം. അത് അന്നും ഇന്നും ഇന്ത്യയുടെ നയമാണ്, പാലസ്തീനോടുള്ള നയം. അല്ലാതെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിന്, പറയുന്നത് കേൾക്കൂ, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിന് നിലനിൽക്കാൻ ഈ ലോകത്ത് അവകാശമില്ല, ഈ ലോകത്ത് നിലനിൽക്കാൻ അവകാശമില്ല എന്ന നയം ഇന്ത്യയുടേതല്ല. ഒരു 1948 ഉണ്ടായ ഇസ്രായേലിനെ 1953 ഇന്ത്യ അംഗീകരിച്ച ഒരു രാഷ്ട്രമായിട്ട്. ഷാബു പ്രസാദ്, അറബ് ദേശത്തേക്ക് അധിനിവേശം നടത്തിയെത്തിയ രാഷ്ട്രം അവിടെ കാലിക്കർ പൊക്കോണം, അവിടുന്ന് പൊക്കോണം, അവിടുന്ന് പൊക്കോണം എന്ന് പറയുന്ന ആരാ പറയുന്നത്? RSS നേതാവായിരുന്നു, 16 വയസ്സ് മുതൽ RSS നേതാവായിരുന്നു, നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ആണ്. ഞാൻ താങ്കളോട് നേരത്തെ ചോദിച്ചു, ഒരു വളച്ചൊടിക്കലുമില്ല, ഒരു വളച്ചൊടിക്കലുമില്ല. അടൽ ബിഹാരി വാജ്പേയി മുൻ പ്രധാനമന്ത്രിയാണോ? അത് വളച്ചൊടിക്കലാണോ? 16 വയസ്സ് മുതൽ RSS നേതാവാണോ? അത് വളച്ചൊടിക്കലാണോ? ആണോ? അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞത് അധിനിവേശ ശക്തിയായ ഇസ്രായേൽ ആ മണ്ണിൽ നിറങ്ങി പോകണം എന്ന് പറഞ്ഞതാണ്. താങ്കൾ പെട്ടു ഷാബു പ്രസാദ്. ഇനിയിപ്പോ എവിടെയും പോയി തെമ്മാടി ഡയലോഗ് പറയരുത്, ഇനി എവിടെയും പോയി തെമ്മാടി ഡയലോഗ് പറയരുത്. അങ്ങയുടെ നേതാവ് പറഞ്ഞതാണ് അധിനിവേശ ശക്തിയായ ഇസ്രായേൽ അവിടെ നിറങ്ങി പോകണമെന്ന് പറഞ്ഞ അങ്ങയുടെ നേതാവാണ്. അതല്ല, അതിവിടെ ഓടില്ല. അത് ഹാഷ്മി തൽക്കാലം 4 മടക്കി പോക്കറ്റ് വെക്ക്. ഷാബു പ്രസാദ്, അങ്ങയുടെ നേതാവ് പറഞ്ഞതാണ് അറബ് രാജ്യത്തേക്ക് വലിഞ്ഞു കയറി വന്ന അധിനിവേശ ശക്തിയായ ഇസ്രായേൽ ആ മണ്ണിൽ നിറങ്ങി പോവലാണ് മേഖലയുടെ പ്രധാന സമാധാനത്തിന് നല്ലതെന്ന് പറഞ്ഞ അങ്ങയുടെ നേതാവാണ്. ഒന്നുകൂടെ കേൾപ്പിക്കണോ? ഒന്നുകൂടെ കേൾപ്പിക്കണോ? ഒന്നുകൂടെ കേൾപ്പിക്കണോ? ഒന്നുകൂടെ കേൾപ്പിക്കണോ ഷാബു? ഒന്നുകൂടെ കേൾപ്പിക്കണോ ഷാബു? ഒന്നുകൂടെ കേൾപ്പിക്കണോ ഷാബു? ഒന്നുകൂടെ പ്ലേയോ? ഒന്നുകൂടെ പ്ലേയോ? ഒറ്റത്തന്നെ പ്ലേയോ? ഒന്ന് കേൾക്കൂ, ഒന്ന് കേൾക്കൂ, ഒന്ന് കേൾക്കൂ. കേൾക്കൂ സാറേ, കേൾക്കൂ സാറേ, കേൾക്കൂ സാറേ, കേൾക്കൂ, ഒന്നുകൂടെ കേൾക്കൂ, ഒന്നുകൂടെ കേൾക്കൂ സാറേ. लेकिन मध्य पूर्व के बारे में यह स्थिति साफ है कि अरबों की जिस जमीन पर इजराइल कब्जा करके बैठा है वो जमीन उसको खाली करना होगी. आक्रमणकारी आक्रमण के फलों का उपभोग करे, ये हमें अपने संबंध में स्वीकार नहीं है. तो जो नियम हम पर लागू है वो औरों पर भी लागू होगा. अरबों की जमीन खाली होना चाहिए. जो फिलिस्तीन है उनके फिलिस्तीनी हैं, उनके उचित अधिकारों की प्रस्थापना होना चाहिए. ഒരു വളച്ചൊടിക്കലും ആരും നടത്തിയിട്ടില്ല. വാജ്പേയി പറഞ്ഞ അങ്ങനെ കേൾപ്പിക്കുകയാണ്. അങ്ങേ പലസ്തീൻ പലസ്തീൻ്റെതാണ്, അവിടെ നിന്ന് ഇസ്രായേൽ ഇറങ്ങി പോകുന്നതാണ് ആ മേഖലയുടെ സമാധാനത്തിന്. ഒരു ഭീകരവാദിയും പറഞ്ഞല്ല, ഒരു തീവ്രവാദിയും പറഞ്ഞല്ല. അങ്ങയുടെ നേതാവ് RSS അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞ. ഇനി ഹാഷ്മി മിണ്ടാതിരിക്കെ, ഇനി ഞാൻ പറയട്ടെ, ഇനി ഹാഷ്മി ഉണ്ടായിരിക്കും. 48 പാലസ്തീനായിട്ടും ഇസ്രായേലുമായിട്ടും രണ്ടായിട്ട് വിഭജിച്ചതാണ് ആ മധ്യപൂർവേഷ്യയെ. ആ പാലസ്തീൻ ദേശത്തിന് പിന്തുണയായിട്ട് ആയിരക്കണക്കിന് ഈ സൈന്യവും ചുറ്റും കിടക്കുന്ന അറബ് രാജ്യങ്ങളും ഇസ്രായേലിനെ ആക്രമിച്ചു. അതൊക്കെ മറ്റൊരു കാര്യം ഷാബു. ഞാൻ ചോദിച്ചത് അടൽ ബിഹാരി വാജ്പേയിയുടെ കാര്യം മാത്രമേ ഞാൻ താങ്കളോട് പറഞ്ഞുള്ളൂ. ബാക്കി ചരിത്രം പിന്നെ പറയാം. ഇല്ല, ബാക്കി ചരിത്രം നമ്മൾ ഒരുപാട് പറഞ്ഞ ഇല്ല, പറയണ്ട. നമ്മൾ ബാക്കി ചരിത്രം ഒരുപാട് പറഞ്ഞു. നമ്മൾ പറയണം. അത് കഴിഞ്ഞ ആ യുദ്ധത്തിൽ ഈ പാലസ്തീന്റെ കുറെ ഭാഗങ്ങൾ, കുറെ അധികം ഭൂമി ഇസ്രായേൽ പിടിച്ചെടുത്തു. ആ പിടിച്ചെടുത്ത ഭൂമിയിൽ നിന്ന് ഇസ്രായേൽ ഒഴിയണം എന്നൊന്നും അല്ല പറയുന്നത്. എന്നൊന്നും അല്ല പറയുന്നത്. വാജ്പേയി പറഞ്ഞത് അന്നൊന്നും അല്ല പറയുന്നത്. ഒന്നുമല്ല. വേണ്ട, ഒന്നുകൂടെ കേൾപ്പിക്കാം. ഞാൻ വേണ്ട ഒന്നുകൂടെ പറയാം. അങ്ങേ അതായത് അധിനിവേശ ശക്തി, അധിനിവേശത്തിന്റെ ഫലം അനുഭവിക്കുന്ന നമുക്ക് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞത് താങ്കൾ പറയുന്ന ഒരു തെമ്മാടിയും അല്ല, ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാ. ഉരുളണ്ട ഷാബു, ഇടവേളയ്ക്ക് പോകണം, അവിടെ ക്ഷമിക്കണം. ഉരുളണ്ട. ഒന്നുകൂടെ കേൾപ്പിക്കണം. വേണം കേൾപ്പിക്കാം. ഞാൻ അയച്ചു തരാം. അറബ് ഭൂമിയിൽ അധിനിവേശം നടത്തിയ ഇസ്രായേൽ ഒഴിഞ്ഞു പോകണമെന്നാ വാജ്പേയി പറയുന്നത്. ഞാൻ വേണം ഒന്നുകൂടെ കേൾപ്പിച്ചു തരാം. പോട്ടെ. ഉരുളണ്ട. ഇനിയിപ്പോ തെമ്മാ ഡയലോഗ് അടിക്കാതിരുന്നാൽ മതി. ഇടവേള. എന്റെ പൊന്നു ഷാബു, എന്തോ ഇങ്ങനെ പറയുന്നത്.